ഹായ് ഫ്രണ്ട്സ്, അച്ചോസ് ടാക്കിൾസിൻ്റെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളാണെങ്കിൽ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് കുറച്ച് ബെയറിങ്സ് പരിചയപ്പെടുത്തുക. ബെയറിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിഷിംഗ് റീലുകൾ, ബൈറ്റ് കാസ്റ്റിലും സ്പിന്നിങ്ങിലും വരുന്ന റീലുകൾക്കകത്ത് വരുന്ന ബെയറിങ്ങുകളാണ്. അപ്പം അത് പല സൈസിലേ ഉണ്ട് കേട്ടോ, പല ബെയറിങ്സ് ഉണ്ട്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് ഒരു സീൽഡ് ബെയറിങ്, നോർമൽ വരുന്ന ലോക്കൽ ബെയറിങ് അല്ല, സീൽഡ് ബെയറിങ് ആണ്. ഈ സീൽഡ് ബെയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം അകത്ത് കയറത്തില്ല. ഇപ്പം നമ്മുടെ സാൾട്ട് വാട്ടറിൽ കളിക്കുന്ന പല റീലുകളുണ്ട്. നമ്മുടെ ഇപ്പോൾ പെന്ന് അല്ലെങ്കിൽ ഇതേപോലെ സർവോഷിമാനോ അങ്ങനെ പല ബ്രാൻഡുകളുടെ പല ഇതിനും വരുന്ന സാൾട്ട് വാട്ടറിൽ സപ്പോർട്ടഡ് ആയിട്ട് വരുന്ന ബെയറിങ്ങുകളാണ് നമ്മുടെ നിലവിലുള്ളത്. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഷിമാനോയുടെ എഫക്ട്സിനകത്തൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന ടൈപ്പ് ബെയറിങ്ങുകളാണ്. പക്ഷേ സംഭവങ്ങൾ ഇച്ചിരി പ്രീമിയം ബെയറിങ്ങുകളാണ്. പ്രീമിയം ബെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇച്ചിരി ഉപ്പുവെള്ളത്തിൽ കളിച്ചാലും പെട്ടെന്നൊന്നും തുരുമ്പ് പിടിക്കാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ബെയറിങ്ങുകളാണ് നമ്മുടെ ഉള്ളത്. അപ്പം ബെയറിങ്ങിൻ്റെ ഒരുപാട് സൈസ് നമ്മുടെ ഉണ്ട്. അപ്പം ചെറിയ റോളർ ബെയറിങ്സ്, അതേപോലെ വലിയ ബെയറിങ്സ്, എല്ലാ ടൈപ്പ് സാധനങ്ങളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഇത് പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മളെ ബെയറിങ്ങിന് വേണ്ടി കോൺടാക്ട് ചെയ്യാറുണ്ട്. നമുക്ക് ബെയറിങ് വേണമെന്നുണ്ടെങ്കിൽ ഹോൾസെയിൽ പ്രൈസിൽ നിങ്ങൾക്ക് ഞാൻ തരാം. ഹോൾസെയിൽ പ്രൈസിൽ നിങ്ങൾക്ക് ബെയറിങ് എനിക്ക് തരാനുള്ള ഒരു കേപ്പബിലിറ്റി നിലവിലുണ്ട്. പക്ഷേ നിങ്ങൾക്ക് മിനിമം ക്വാണ്ടിറ്റി ഉണ്ടാകണം. 1-2 ബെയറിങ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തരാൻ പറ്റത്തില്ല. റീറ്റെയിൽ ബിസിനസ് പൊതുവെ നമുക്ക് ഈ പറയുന്ന റൂട്ട് കുറവായിരിക്കും. നമുക്ക് ഷോപ്പിൽ സർവീസിന് വരുന്ന സമയത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്നതല്ലാണ്ട് 1-2 ബെയറിംഗ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തരാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങളൊരു ബൾക്ക് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഒരു എബൌട്ട് 20 പീസ് അല്ലെങ്കിൽ ഒരു 30 പീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തരാം. അതിപ്പം ഒരേ മോഡലിൽ തന്നെ ഒരു 10 പീസ് നിങ്ങൾ മിനിമം എടുക്കണം, അത്രേ നമുക്ക് പറയാനുള്ളൂ. ഒരേ മോഡലിൽ തന്നെ ഇതുപോലെ ഒരു 10 പീസ് മിനിമം എടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഏതൊക്കെ സൈസ് വേണോ ആ സൈസിൻ്റെ എല്ലാം നമുക്ക് ബെയറിങ്സ് നിങ്ങൾക്ക് തരാൻ പറ്റും. അപ്പോൾ അതിൻ്റെ DP MRP റേറ്റ് ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ അത് ഞാൻ ഇതിൽ പറയുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി ബെയറിങ്സിൻ്റെ ഒന്നും ഓതറൈസ്ഡ് ഡീലറോ കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ ഇതിന് ഇനി ആരെങ്കിലും പേറ്റൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഉണ്ടെങ്കിൽ വേറെ വിഷയം വരണ്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പം നമുക്ക് ഇതിപ്പം നോർമലി FXൻ്റെ പിനിയൻ ഗിയറിൽ വരുന്ന ബെയറിങ് കണ്ടോ, ബെയറിങ്ങിൻ്റെ ക്വാളിറ്റി ഉണ്ടോ, ടോട്ടലി ഫുള്ളി സീൽഡ് ആയിട്ട് വരുന്ന ബെയറിങ്. നോർമൽ വരുന്ന ബെയറിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്വാളിറ്റി ഉണ്ടാകത്തില്ല, അത് പെട്ടെന്ന് തുരുമ്പിച്ചു പോകും. അപ്പോൾ ആ ഒരു ഫ്രണ്ട്സ്, ഞാൻ എന്നിട്ട് നിങ്ങൾക്കിപ്പം ബെയറിങ്സിൻ്റെ കുറച്ച് ഡിഫറൻസ് വെറൈറ്റീസ് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇത് നമുക്ക് 2 ടൈപ്പ് ബെയറിങ് നമ്മുടെ ഇപ്പം നിലവിലുണ്ട്. ഇത് ഓപ്പൺ ബോൾ ബെയറിങ് എന്ന് വെച്ചാൽ ബെയറിങ്സ് നമുക്ക് വിസിബിളാണ്, ബോൾസ് എല്ലാം വിസിബിളാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളത്. ഇതാണെങ്കിൽ സ്റ്റീൽ സീലിംഗ് ആണ് വരുന്നത്. ഇതിൻ്റെ ആണെങ്കിൽ സീൽഡ് ബെയറിങ്ങിൽ തന്നെ, പക്ഷേ ഇത് സ്റ്റീലാണ്. പക്ഷേ ഇതിനകത്ത് വാട്ടർ പ്രൂഫ് ഒന്നുമല്ല, ഇതിനകത്ത് വെള്ളം കയറുന്ന ടൈപ്പ് ബെയറിങ് വരുന്നത്. അപ്പം ഈ 2 ബെയറിങ്ങിനെക്കാട്ടിലും ഒരുപാട് ക്വാളിറ്റി ഉള്ള ബെയറിങ്ങാണ് എൻ്റെ ഈ വരുന്നത്. കാരണം ഇതെന്ന് പറഞ്ഞാൽ സീൽഡ് ബെയറിംഗ് ആണ്, ഇതിനകത്ത് ഒരു കാരണവശാലും വെള്ളം കയറത്തില്ല. നമ്മുടെ പെന്നിൻ്റെയൊക്കെ റീലുകൾ ഇളക്കുന്ന സമയത്ത് നമുക്ക് കൂടുതലും കാണാൻ കഴിയുന്ന ഈ ടൈപ്പ് ബെയറിങ്സ് ആണ്. എന്ന് വെച്ചാൽ ഇത് ഫുൾ സീൽഡ് വരുന്നൊരു സംഭവമാണ്. അപ്പം നമുക്ക് വേറെ ഒന്നുമല്ല, ബെയറിങ്ങിൻ്റെ ക്വാളിറ്റി ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നോർമൽ ഫ്രഷ് വാട്ടറിൽ കളിച്ച് കഴിഞ്ഞാലൊന്നും പെട്ടെന്നൊന്നും തുരുമ്പിക്കത്തില്ല. ഇത് പക്ഷേ സാൾട്ട് വാട്ടറിനകത്ത് കളിച്ച് കഴിഞ്ഞാൽ 1-2 ദിവസം യൂസ് ചെയ്തിട്ട് 2 ദിവസം എടുക്കാൻ വരുന്നു കഴിഞ്ഞാൽ തീർന്നു, ഇതിൻ്റെ പരിപാടി തീർന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പം നിലവിൽ നമുക്ക് ഈ ടൈപ്പുള്ള ഹൈ ക്വാളിറ്റി വരുന്ന എല്ലാ ടൈപ്പ് ബെയറിങ്ങുകളും എല്ലാ സൈസിലും നമുക്ക് അവൈലബിൾ ആണ്. ഇതെല്ലാം സൈസ് ഉണ്ട്. അപ്പം നമ്മളെ കോൺടാക്ട് ചെയ്യുന്നവർക്ക് അതിൻ്റെ സൈസും ഡീറ്റെയിൽസും ഞാൻ തരാം. അപ്പം അവർക്കപ്പോൾ ഏത് സൈസാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് മിനിമം ക്വാണ്ടിറ്റി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ക്വാണ്ടിറ്റിയിൽ നമുക്കൊരു മിനിമം ഒരു 10-20 പീസ് നമുക്ക് എടുക്കണം. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ സാധനം തരാൻ പറ്റും. അപ്പം വേണ്ടവർ മാത്രം വിളിക്കുക, അല്ലാതെ നമ്മളെ വിളിക്കരുത്. പിന്നെ 1-2 ബെയറിങ് നമ്മൾ ചോദിക്കാൻ വേണ്ടി വിൽക്കരുത്, തരാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എനിവേ എല്ലാ മോഡൽ ബെയറിങ്സും നമുക്ക് അവൈലബിൾ ആണ്. എല്ലാ മോഡൽ എന്ന് പറഞ്ഞാൽ എല്ലാ സൈസിലും അവൈലബിൾ ആണ്. ഒറ്റ മോഡൽ ഹൈ ക്വാളിറ്റി ബെയറിങ്, ഒറ്റ മോഡൽ. ഓക്കെ, താങ്ക് യു.